ഇന്ന് നമ്മളെ വീടിൻ്റെ പണികൾ ഇപ്പോൾ ഏകദേശം കുറച്ച് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ടൈൽസിൻ്റെ പണി നടക്കുന്നുണ്ട്, പിന്നെ വയറിങ് നടക്കുന്നുണ്ട്. കഴുകാൻ വന്നിക്കുക. അതായത് ഇതിൻ്റെ മേലല്ലേ ഈ ഭാഗത്ത് നമ്മുടെ ഓട് കൂടെ വെള്ളം വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലേ ഇവിടെ സിമെൻറ്റ് ഇട്ടിട്ടുണ്ടല്ലേ, അതിപ്പോൾ നമ്മൾ ചെയ്തതാണ്. അതായത് ഇന്നിപ്പോൾ നനയ്ക്കാനുള്ള പരിപാടിയിലാണ്. അത് കുറച്ച് എല്ലാ ഏരിയയും, അതായത് വീടിൻ്റെ മൊത്തം ഭാഗത്തു കൂടിയും ചുറ്റു ഭാഗത്തു കൂടിയും മൊത്തം നമ്മൾ ആ ഒരു ഇത് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മളെ ഉള്ളിലത്തെ കാഴ്ചകളാണ്. ഉള്ളിലേക്ക് നമ്മൾ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ടൈൽ നിന്നാണ് കേട്ടോ, ഇന്നലെയാണ് ഇട്ടത് അല്ലേ ബേവിൻ്റെ. ഇനിയിപ്പോൾ ഇവിടെ ചുമരും കൂടി ഇടാനുണ്ട്. ഈ ഒരു ഭാഗത്തെ ബാക്കിയുള്ള ഭാഗത്തൊക്കെ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ബേവിൻ്റെ ഇനി ഈ ഒരു സൈഡും കൂടി ഉള്ളൂ. ലിയോ കയറി. ഇത് 4.2 ടൈലാണ്. ഇത് നമുക്ക് 47 രൂപ. ഇതൊരു 3 പീസ് മാത്രം നമുക്ക് കുറച്ച് റേറ്റ് കൂടിയ ടൈപ്പാണ്. ബാക്കിയുള്ള ഈ താഴത്തുള്ള ടൈലിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. 29 രൂപ 50 പൈസയ്ക്കാണ് നമ്മൾ ഇതൊക്കെ വാങ്ങിയിട്ടുള്ളത്. മച്ചിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മുടെ ചാനലുണ്ട്. ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് കയറി കാണാം. ഒരുപാട് വിശേഷങ്ങളും വെറൈറ്റി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലുണ്ട്. നമ്മൾ വേറൊരു വീടിൻ്റെ കാഴ്ചകൾ കാണിച്ചു തന്നു. ജനലിങ്ങനെ നീല കളർ, മഞ്ഞ കളർ, പച്ച കളറൊക്കെ. ഇത് അതിന് വേണ്ടിയിട്ട് നമ്മൾ കോഴിക്കോട് നിന്ന് എടുത്തതുള്ളതാണ്. ഇതിപ്പോൾ നിങ്ങൾ കാണിച്ചു തരാം. ഇപ്പോൾ ഈ വെയിലത്ത് കൂടെ ഉള്ള കാഴ്ച കണ്ടോ, വെയിലടിക്കുമ്പോൾ ജനലിൻ്റെ കാഴ്ച ഉണ്ടല്ലേ, നല്ല അടിപൊളിയായിട്ടുള്ള കാഴ്ചയാണ്. ഈ ഒരു കളർഫുള്ളാവണം എന്നുള്ള ഉദ്ദേശത്തിലാട്ടോ നമ്മൾ ഇതന്നെ ആക്കിയിട്ടുള്ളത്. ഇതിങ്ങനെയല്ല, കളർ ഇതാ വരിക, അടങ്ങിക്കില്ലയോ, ഇങ്ങനെ വരും. അല്ലേ, ഇത് നമ്മൾ പല പല കളറുണ്ട്. ഇതിൽ പച്ച, മഞ്ഞ, ചുമപ്പ്, ഇപ്പോൾ നീലല്ലേ, പച്ച കളർ. ഇത് മൊത്തം മൂടിക്കഴിഞ്ഞാൽ ഭയങ്കര രസമാണ്. ഈ ഒരു പ്രകാശം, അതായത് ഏതാണോ കളർ എന്നുള്ള ആ കളർ നമുക്ക് ഇവിടേക്ക് പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കും ജനലിൻ്റെ. ഇനിയിപ്പോൾ അടുത്ത കളർ എന്ന് പറയുന്നത് ഇത് മഞ്ഞ. ഈ സൈഡിക്ക് വെളിച്ചം കുറവാട്ടോ അല്ലേ. നീല, മഞ്ഞ, പച്ച. ഇനിയിപ്പോൾ ഉള്ള കളർ എന്ന് പറഞ്ഞാൽ ചുമപ്പ് കളറുണ്ട്. ഇതിലേ മഞ്ഞ കളറ്, മഞ്ഞയും ചുമപ്പിനും, അത് ചുമപ്പല്ല, ഒരു വേറൊരു കളറ്. പൊട്ട് വെച്ചോ അല്ലേ, അതോടല്ലേ പൊട്ടോടാ. ഇത് വേറെ കളറ്. മൊത്തം നമുക്ക് 5 കളർ കൊണ്ടുവന്നിട്ടുണ്ട് നമ്മൾ. അത് വൈലറ്റ്, അത് ചുമപ്പല്ലേ, അതായത് ചുമപ്പല്ല, ഒരു 3 കളറാണ്. അങ്ങനെ അതായെടാ. ഇതിലിങ്ങൊരു വെള്ളയുണ്ട്, അതായത് ഇപ്പോൾ 4 കളറായില്ലേ. ഇനിയൊരു വെള്ള കളറും കൂടിയാണ്. മൊത്തം നമ്മൾ 5 കളറാണുള്ളത്. 5 കളറും നമ്മളിപ്പോൾ ഈ ജനലിനൊക്കെ ഇങ്ങനെ കൊടുക്കാനുള്ള പരിപാടിയാണ്. കാരണം ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ വേറെ മാറ്റമൊന്നുമില്ല, നമുക്ക് കർട്ടൻ്റെ ആവശ്യം അവിടെ വരുന്നില്ല. കർട്ടൻ കൊടുക്കാതെ തന്നെ നമുക്ക് ജനൽ മാത്രം കൊടുത്താൽ തന്നെ ഇതല്ലേ. ഇത് ബേവിൻഡോൻ്റെ കാഴ്ച. ഇതാണ് ബേവിൻഡോൻ്റെ അല്ല, മൊത്തം ജനൽ വരുമ്പോഴുള്ള കാഴ്ച. ജനൽ ഈ ഭാഗത്തും വരും, ഈ സൈഡിലും നമ്മൾ 5 കളർ തന്നെയാണ് കൊടുക്കാൻ ഉദ്ദേശിച്ചുള്ളത്. ഇപ്പോൾ വാങ്ങിയിട്ടുള്ളത് നിങ്ങൾ കാണുന്നുണ്ടാവും. അതായത് ഈ കളർ, ഇതിപ്പോൾ വാങ്ങിയിട്ടുള്ളത് നമ്മൾ ഈ ഒരു ജനലിന് വാങ്ങിയതാണ്. പക്ഷേ നമ്മൾ 5 കളറിലായിട്ടാണ് കൊടുക്കുന്നത്. ഇതിപ്പോൾ ഓരോരോ ചെറിയ ചെറിയ പീസാണ്. അത് നമ്മൾ മൊത്തത്തിൽ ഒറ്റ പീസായിട്ട് ഇതിൽ കൊടുക്കും. ഓരോരോ പീസായിട്ട് 5 കളറായിട്ട്. അച്ഛൻ്റെ റൂമാണ് ഇങ്ങനെയാണ് കൊടുക്കാൻ ഉദ്ദേശിച്ചുള്ളത്. ഇനി നമുക്ക് ഏകിച്ചോ ഇതിങ്ങനെ കാണുമ്പോൾ നമുക്ക് ഇങ്ങനെ എടുത്ത് വെക്കാൻ തോന്നും. കാരണം നമ്മളിത് ചെയ്യുന്നതുകൊണ്ട് നമുക്കിതിനോട് ഭയങ്കര ഒരു താല്പര്യമാണ് അല്ലേ. ഇതിപ്പോൾ ഒടിച്ച് വെക്കണം അല്ലേ, ഒട്ടിച്ച് വെക്കുക. നമ്മൾ ജനലായിട്ട് മാറും അത്. അപ്പോൾ ഭയങ്കര രസം ഉണ്ടാവും കാണാൻ. പുറത്തുനിന്ന് വെക്കാം. എന്നാ വാ അടുത്തതായിട്ട് കാണിക്കാം.
എൻ്റെ റൂമിൽ നിന്ന് കാണിച്ചു കൊടുത്തേ, എൻ്റെ റൂം. എൻ്റെ റൂം അത് ഇതിലെന്താ എൻ്റെ ആകെ പൊടിയാണല്ലോ. ഇതെന്തിനാ ആ സാധനമൊക്കെ എന്തിനുള്ള? അതൊക്കെ എന്തിനുള്ള? ആയിരിക്കാനുള്ള സാധനം ഇരിക്കാണ്. പിന്നെ വേറെന്തൊക്കെ ഉപയോഗിക്കുക അതില്? കളിപ്പാട്ടങ്ങളൊക്കെ വെക്കാൻ പറ്റുമോ? എൻ്റെ അലമാര എവിടെയാണോ? അവിടെ അലമാര വരിക. ഇനിയോ ഇതെന്താ സാധനം? ഇതെന്താ? ഇരിക്കാൻ എന്തിനാ ഇരിക്കുന്നത്? സുഖത്തിന്. ഇത് എന്തിനാ? കഴിക്കാനൊന്നല്ല, വർത്താനം പറഞ്ഞിരിക്കാന്. ഇതാണ് നമ്മുടെ വേറെ വലിയൊരു ബെഡ്റൂം. ലിയോ എന്താ പരിപാടി? എല്ലാ റൂമിലും നമ്മൾ ബേവിൻ്റെ കൊടുത്തിട്ടുണ്ട്, അതായത് ചാരി ഇരിക്കാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും. ഇത് 5 അടിയാണ് ഗ്യാപ്പ് വന്നിട്ടുള്ളത്. പിന്നെ ഇവിടെ നമുക്ക് പ്ലഗ് പോയിൻറ്റും കാര്യങ്ങളുണ്ട്. കമ്പ്യൂട്ടർ ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിക്കാം, മൊബൈൽ ചാർജ് ചെയ്യണമെങ്കിൽ ചാർജ് ചെയ്യാം. അതിനൊക്കെയുള്ള സ്പേസാണ് നമ്മളിവിടെ കണ്ടിട്ടുള്ളത്. ഒരു വിശാലമായിട്ടുള്ള ഒരു ബാത്റൂം. ഇതിലിപ്പോൾ ഈ ജനലിന് ഈ ഭാഗത്തേക്കുള്ള ബാക്കിലേക്കുള്ള ജനലിനും നമ്മൾ ഗ്ലാസ് എടുത്തിട്ടില്ല. അത് ഇതുവരെ നമ്മൾ ഗ്ലാസ് വൈറ്റ് എന്നുള്ള തീമായിരുന്നു വിചാരിച്ചത്. ഇപ്പം നമ്മൾ ആ ഒരു വീട്ടിൽ കണ്ടുകൊണ്ട് നമ്മൾ എല്ലാ ഗ്ലാസ്സുകളും കളർ ഗ്ലാസ് ആക്കാമെന്നുള്ള ചിന്താഗതിയിലാണ്. ഇവിടെ ഒരു ഓപ്പൺ കിച്ചൺ ഉണ്ട്. ഓപ്പൺ കിച്ചണിൽ നമ്മൾ ഗ്ലാസ്, അതായത് സ്ലൈഡിങ് ഡോറാണ് ഇവിടെ കൊടുക്കാൻ ഉദ്ദേശിച്ചുള്ളത്. സ്ലൈഡിങ് ആയിട്ട് നമ്മളിവിടെ ഒരു ഡോർ കൊടുക്കും. എവിടെ? മേളിൽ സ്ലൈഡിങ് അല്ലടാ, നടക്ക് കയറി വാ. നീ എവിടെ വന്നേ? വാ ഇതാ കയറി വരുന്ന ഞങ്ങളെ അയ്യോ. ഇതെങ്ങനെണ്ടാ സംഭവം? ഇത് ഇന്നലെ മാമ നമുക്കിവിടെ കഴുകണം. ഇതിവിടെ നമ്മൾ പുല്ലിടാൻ വേണ്ടിയിട്ടുള്ള ഏരിയ കേട്ടോ. അതുകൊണ്ടാണിത് സിമെൻറ്റിൻ്റെ ഇത് വെള്ളമടിച്ച് കഴുകിയിട്ടുള്ളതാണ്. ഇവിടെ മാത്രമല്ല ഈ ഒരു ഭാഗത്തും. കുഞ്ഞ് തുറന്നടാ, അതിൻ്റെ ഉള്ളിൽ കൈ വയ്ക്കും. ഇവിടെ ഇങ്ങനെ കൈ വയ്ക്കും. അല്ലേ? ഇത് നമ്മളെ ഇതാണ് കേട്ടോ, പത്തായപ്പുരേൻ്റെ വാതിലാണ്. അത് നമ്മൾ അത് തുറക്കും. ഞാൻ അങ്ങോട്ട് പോയി ലിയോ അങ്ങോട്ട് പോയിക്കും. ഈ സൗണ്ട് കണ്ടില്ലേ? അപ്പോൾ അവൻ തുറക്കുമ്പോഴുള്ള സൗണ്ട് കണ്ടില്ലേ? അത് നമുക്ക് ഭയങ്കര താല്പര്യം. കാരണം പഴയ വീടിൻ്റെ ആ ഒരു നൊസ്റ്റാൾജിക് അതിൽ ഫീൽ ചെയ്യും. ഇത് നമ്മളിവിടെ ഇതെവിടെ ഇങ്ങനെ ചാടി ഇറങ്ങി മൊത്തത്തിൽ. ഇത് ഇവിടെയൊക്കെ നമ്മളെ പൊടിയാവാതിരിക്കാനാണ് ഈ സിമെൻറ്റിൻ്റെ വെള്ളം അടിച്ചിരിക്കുന്നത് കേട്ടോ. ഇനി ഇതിൽ പുല്ലും കൂടി ഇടുമ്പോൾ നല്ല വൃത്തിയായിരിക്കും. മറ്റേ നമ്മൾ ഫുള്ള് ഒരുപാട് കളിയായിട്ട് മാറി. പിന്നെ ഇതാക്കണ ഈ വന്നിട്ട് ഇവിടെ ഇങ്ങനെ വന്നിട്ട് ഈ ഒരു നമ്മുടെ അതാണേ അല്ല. ഇത് ഇവിടെ നമ്മൾ സിമെൻറ്റ് വാഷ് ചെയ്തിട്ടുണ്ട്. കാരണം ഇതിൽ കൂടിയാണ് നമ്മൾ ഇപ്പം തന്നെ വീണിന്ന്. ഇതാണ് നമ്മളെ കിളിവാതിൽ നിന്നുള്ള കാഴ്ച. കിളിവാതിലിന് പുറത്തേക്ക് നോക്കുമ്പോഴുള്ള കാഴ്ച ഞാൻ കാണിച്ചു തരാം. ഇതാണിപ്പം ഇന്നലെ നമ്മൾ സിമെൻറ്റ് കൊണ്ട് തേച്ചിട്ടുള്ളത് കേട്ടോ. ഇതാണ് പുറത്തേക്കുള്ള കാഴ്ച. നല്ല അടിപൊളിയായിട്ടുള്ള കാഴ്ച അല്ലേ? അല്ലടാ ഗീച്ചു? സൂപ്പർ കാഴ്ച. ഇവിടെ ഒരു ചെറിയൊരു കുഞ്ഞു കിളിവാതിലുണ്ട് പുറത്തേക്ക് മഴ ചെയ്യണ കാണാനും വേണ്ടിയിട്ട്. മഴ ചെയ്യുന്നത് മാത്രമല്ല കേട്ടോ, എല്ലാം. ഇവിടെ ഒരു കിളിവാതിലുണ്ട് 2 സൈഡിന്, ഒരു ചെറിയൊരു ചതുരത്തിൽ. ഇങ്ങനെ വീടിൻ്റെ നേരിൽ കാണുന്നുണ്ടല്ലേ? ഇതിലിങ്ങനെ പോയിരുന്നെങ്കിൽ ഇനി നമുക്ക് നേരെ താഴത്തോട്ട്. ചളി അല്ല. ഓക്കെ. മച്ചിൻ്റെ ഉള്ളിലേക്ക് പോകാം. മച്ചിൻ്റെ ഉള്ളിലും ഇതേപോലെ തന്നെ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ? ഇതും നമ്മൾ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് വെള്ളമടിച്ച് കഴുകണം. ഇത് നമ്മൾ ഉദ്ദേശം തന്നെയായിരുന്നു. അതായത് ഒരുപാട് നമ്മുടെ ദേഹത്ത് ഇവിടുത്തെ ചളിയൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇതിൽ ഇനി പുല്ല് കൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ല രസമുണ്ടാവും.
ഇത് നമ്മളെ കിളിവാതിൽ നിന്ന് പുറത്തേക്കുള്ള വ്യൂ ആട്ടോ അല്ലേ. നല്ല വിശാലമായിട്ടുള്ള ഏരിയയാണ്. നിലമ്പൂർ, അതായത് മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ കരുളായി റോഡിൽ പുള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ ഈ വീടുള്ളത് കേട്ടോ. ഇത് നമ്മൾ ലാസ്റ്റ് ഉണ്ടായ പ്ലാനാണ്. ഇതൊരു കിളിവാതിലാണ്. ഇത് നിങ്ങൾക്ക് എത്രത്തോളം വ്യക്തമാവുന്നൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ പുറത്തുനിന്ന് കാണിച്ചിട്ടുണ്ട്. ഇനി അത് കഴിഞ്ഞ് നമ്മൾ നേരെ പുറത്തേക്ക് പോയി പോവാ. നമുക്ക് ആ വെള്ളമടിച്ച് കഴുകുക. ഇവിടെ നമ്മൾ മുകളിലേക്കുള്ള കോണിയുണ്ട് കേട്ടോ. എന്ത് ഓടോ? അതിന് പോട്ടെ. ചെന്ന് പോക്കോ പോക്കോ. അതെ അതെ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ വിശാലമായ കാഴ്ചകൾ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊക്കെ ഒന്ന് പരിഗണിക്കുക. താങ്ക് യു. ആഗ്രഹിച്ച് വാങ്ങിയ ഗ്ലാസ് ഏകദേശം തവിട് പൊടിയായിട്ടോ. ഒന്നും പറയാൻ പറ്റില്ല. അതായത് അവിടെ ഒരിത്തിരി സ്ലോപ്പായി പോയതാ, നേരെ അടിച്ച് പൊട്ടി വീണു. ഒരു ഏരിയയ്ക്കുള്ള ഗ്ലാസ് ഒരു സൈഡ് മൊത്തം. ഇനിയിപ്പോൾ അതിൻ്റെ ബാക്കി പീസ് നമ്മൾ വാങ്ങിയിട്ട് വേണം. അത് ഒന്നെങ്കിൽ വേറെ എന്തെങ്കിലും ഡിസൈൻ കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ അതേ ഗ്ലാസ് തന്നെ വേറെ കളറിൽ വാങ്ങേണ്ടി വരും. വൈറ്റ് തീം കൊടുത്താലോ എന്ന് ആലോചിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ വേറെ വഴിയില്ലല്ലോ, പൊട്ടിയില്ലേ. അയ്യോ, ഒരുപാട് പൊട്ടിയില്ല. ഭാഗ്യത്തിന് ഇവിടെ ഇത്ര സ്പേസിൽ നിന്ന് ഇത് പകുതിയായിട്ട് കൊടുക്കാം അല്ലേ. ഇതാണ് അവസ്ഥ. ബാക്കിയുള്ള പീസ് മൊത്തം പൊടിഞ്ഞു വീണു. ഇനിയിപ്പോൾ അത് വാരിക്കൂട്ടണം. ഷോക്കായില്ലേ, ഭയങ്കര ഷോക്കായില്ലേ. ആയിരിക്കില്ലേ, എനിക്കില്ലേ, അതായിരിക്കും വേറെ.